ഹലോ, നമ്മുടെ ഓണപരിപാടിയുടെ തലേദിവസം എടുത്ത വീഡിയോസ് ആട്ടോ ഇത്. പിറ്റേ ദിവസം ഓണപരിപാടിക്കായതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ തലേദിവസം വെളുപ്പിന് തന്നെ പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പോസ്റ്റിങ്ങിന് പോയിട്ട് വന്നപ്പോൾ രാത്രി ഒരു 6:30 ആയപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മുല്ലപ്പൂവും അല്ലാതെ കുറച്ച് പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയത് കുരുത്തത്തിന് നല്ല മഴയൊക്കെ ആയിരുന്നേ. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേനും മിസ്സിൽ ഇതേപോലെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ നടക്കുക. നമ്മളാണ് പരിപാടി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും നമ്മളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ കുറേ നേരം പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുത്ത് പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡിന് വേണ്ടി പിന്നെ ഡെക്കറേഷന് വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും നല്ല കലാകാരന്മാരൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞ് പോയപ്പോഴത്തേനും രാത്രി മഴ ചെയ്ത് മൊത്തം നശിച്ച് നല്ല വിഷമം തോന്നി. പക്ഷെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓണം ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇതായിരുന്നു എൻ്റെ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ എണീറ്റ് ഒരുങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോകാം കേട്ടോ. നമുക്കറിയാമായിരുന്നു പരിപാടി തുടങ്ങിയ പിന്നെ നമുക്കിങ്ങനെ ഫോട്ടോസ് എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മളിത് എല്ലാവരെയും കൂട്ടി പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി 1-2 ഫോട്ടോസൊക്കെ എടുത്തു. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു. ഫോൺ കാണുമ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിക്കലാണല്ലോ നമ്മുടെ പരിപാടി. ഇങ്ങനെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത സ്ഥലം. അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ. പിന്നെ നമ്മൾക്കും കുറച്ച് സമയമൊക്കെ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങളും എടുത്തു ഏതാണ്ടൊക്കെയോ കുറച്ച് ഫോട്ടോസും വീഡിയോസും. കാരണം ഇനി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു ഓണ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അധികം താമസിക്കാതെ തന്നെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ആദ്യം നമ്മുടെ ഫ്ലാഷ് മോബായിരുന്നു. ഞങ്ങൾ ചെയ്തുകൊണ്ടപ്പോൾ നല്ല മഴ പെയ്തു. പക്ഷെ അതിലൊന്നും ഞങ്ങളെ ആർക്കും തളർത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ബാനറൊക്കെ ഇട്ട് ഭയങ്കര ആഘോഷപരമായി നമ്മുടെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ കുറച്ച് നേരം ഓട്ടോ ചെണ്ടമേളം ഉണ്ടായിരുന്നുള്ളൂ. അന്നേരത്തേനും എന്താണെന്ന് പറയുക, രാവിലെ കുറച്ച് നേരം കുറച്ച് മഴയൊക്കെ പെയ്ത് ഞങ്ങളെ അങ്ങ് കഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷേ കുറച്ച് നേരം കുട്ടിയ സമയത്ത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെഗാ തിരുവാതിരയായിരുന്നു. എല്ലാവരും കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് തിരുവാതിര കളിച്ചു. ഞങ്ങൾ കുറേ നാൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കിയതാട്ടോ. പിന്നെ ജൂനിയേഴ്സിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മൾ ഗെയിംസിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. എല്ലാം നോക്കി നടത്തി ചെയ്യലായിരുന്നു നമ്മുടെ പരിപാടി. പിന്നെ മലയാളി മെഗാ കോമ്പറ്റീഷനായി. എല്ലാവരൊക്കെ നമ്മൾ ഫസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടാട്ടോ ഫസ്റ്റ് കൊടുത്തത്. പിന്നെ ചെണ്ടക്കാരുടെ മഴയത്ത് കൊട്ടാൻ പറ്റാത്ത എല്ലാവരും ഇവിടെ കൊട്ടി അടിപൊളിയായിരുന്നു. ചെണ്ടോട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് നന്നായി വിശന്നായിരുന്നു. ഒന്നാ തലേദിവസം കാര്യമായിട്ട് കഴിച്ചിട്ടില്ല, രാവിലെയും കഴിച്ചിട്ടില്ലായിരുന്നു. വിശന്നിട്ട് വയറൊക്കെ കത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ ജൂനിയേഴ്സിനും ടീച്ചേഴ്സിനൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കാനിരുന്നത്. നമ്മൾ ആദ്യം തന്നെ കയറി നിന്ന് കഴിക്കുന്നത് ശരിയല്ല. പിന്നെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഉച്ച ടീച്ചേഴ്സിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് അത്ര ആക്റ്റീവ് അല്ലായിരുന്നെങ്കിലും നമ്മുടെ സാറുമാർ പൊളിച്ചു. എനിക്ക് എല്ലാ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ മിസ്സായിപ്പോയി ആ തിരക്കിൻ്റെ ഇടയ്ക്ക്. ഓൾറെഡി നിലത്ത് വീണ് പൊട്ടിയോ ഊറി അടിച്ചു പൊട്ടിക്കാൻ പോകുന്ന സാറാട്ടോ ഇത്. പിന്നെ ഞങ്ങളെല്ലാത്തിനും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു. സാറ് മൊത്തത്തിൽ നല്ല പവറായിരുന്നു. പിന്നെ വടംവലിയില്ലാത്തൊരു ഓണാഘോഷമില്ലല്ലോ. ജയിച്ചത് നമ്മളുടെ ടീം തന്നെയായിരുന്നു വടംവലിക്ക്. പിന്നെ നമുക്കൊരു 5:30 ആയപ്പോൾ DJ ഉണ്ടായിരുന്നു. ഇട്ടത് കന്നഡപ്പാട്ടായതുകൊണ്ട് DJക്ക് നമുക്ക് അത്ര സുഖമില്ലായിരുന്നു. എന്നാലും ഞങ്ങളുടെ ലാസ്റ്റത്തെ പരിപാടി മാക്സിമം എൻജോയ് ചെയ്ത് തുള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാർ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. സാറ് മൊത്തത്തിൽ നമുക്ക് കളറാക്കി തന്നു. കുറേ നേരം സാറ് തുള്ളുന്ന കണ്ടാണെങ്കിൽ സാറൊക്കെ വന്നുകൊണ്ടാണ് കൂടുതൽ ഒരു കന്നഡപ്പാട്ടൊക്കെ ഇട്ടത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടി മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. പക്ഷേ ക്ഷമിക്കണം. അപ്പം അത്രേ ഉള്ളൂ. ചേട്ടാ.